ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. ഇന്നലെ വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് ചെക്ക് ഇൻ ചെയ്തു. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നിയില്ല എന്താ ഒന്ന് റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഒരു വാക്ക് അറൗണ്ട് കാണിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റപ്പോൾ ഈ ക്ലൈമറ്റും ഈ പ്രോപ്പർട്ടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും കണ്ടപ്പോൾ എന്തായാലും ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ഇത് ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിന് നമുക്ക് ഒരു 2 ഫേസ് പോലെ ഇരിക്കാം. ഐ മീൻ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിസോർട്ട് ലൊക്കേഷൻ വരുന്നത് വൈത്തിരിയിലാണ് വരിക, ഓൾഡ് വൈത്തിരി. അപ്പോൾ ഈ തോട്ടിൽ കൂടെയാണ് ഈ അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റ് ആണ്, ഇപ്പുറത്തെ സൈഡും ഫോറസ്റ്റ് ആണ്. അപ്പോൾ ആന വന്ന് വെള്ളം കുടിച്ചു പോകുന്നത് ഈ ഫോറസ്റ്റിൽ കൂടെയാണ്. അപ്പോൾ ആ സൈഡുകളിലെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്, ഇപ്പം എലഫൻ്റ് അറ്റാക്ക് ഒന്നും വരാതിരിക്കാൻ. ഇതൊക്കെ ഓരോ സിംഗിൾ വില്ല ടൈപ്പ് ഉണ്ട്. എങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വാക്ക് അറൗണ്ട് ചെയ്യാൻ പറ്റിയൊരു വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏലത്തോട്ടത്തിൻ്റെ ഒരു സൈഡിലാണ്. ഇപ്പോൾ ഈ സൈഡ് ഉണ്ട്, ഈ സൈഡാണ് കുറച്ചും കൂടെ ഡേഞ്ചർ. കാരണം ആനക്കൂട്ടം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടയ്ക്ക് ആന കയറാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവരിവിടെ ഫെൻസിങ് വെച്ചത്. എൻ്റെ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴായിരിക്കും ഈ ആനയുടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ആനയ്ക്കും ബുദ്ധിമുട്ടില്ല, ഇവിടുത്തെ പ്രോപ്പർട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു എലഫൻ്റ് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് സൈറം വരും. ഓൾറെഡി അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. അത് പ്രോപ്പർട്ടിയുടെയും കൂടാണ്ട് തന്നെ നമ്മളെപ്പോലെ ഗസ്റ്റിനും, ഇവിടെ വരുന്ന ഗസ്റ്റിനും ഒരു സെക്യൂരിറ്റി എന്നുള്ള നിലയിൽ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടാവും. രാത്രി ഉണ്ടാവുള്ളൂ, പകലുണ്ടാവില്ല. കുറച്ചുകൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. കാരണം ഇത് ഞാൻ രാവിലെ എണീറ്റ് ഇന്നലെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്കും കൂടെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വോക്ക് വേ എന്ന് പറയുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് പ്രോപ്പർട്ടിയുടെ. ഫ്രണ്ട് അങ്ങോട്ട്, അതായത് സീനറി കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഫേസിങ്ങും ബാക്കിൽ കൂടെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നോർമലി അതായത് നമ്മളെടുത്ത പ്രോപ്പർട്ടിനേക്കാളും നല്ല തണുപ്പുണ്ട്. ബിക്കോസ് ഇന്നലെ മഴ പെയ്തായിരുന്നു. പിന്നെ ഈ മരങ്ങളൊക്കെ കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ. ഇപ്പോൾ കപ്പിൾസ് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഈ പ്രോപ്പർട്ടി സൂപ്പറാണ്. പിന്നെ നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ടേജ് അവിടെ നോക്കിയത്. പിന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. റേറ്റ് സാധാരണ നോർമൽ റേറ്റിനേക്കാളും കുറച്ച് കൂടുതൽ റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നടക്കുന്ന വഴിക്ക് ഉണ്ട് കേട്ടോ, ഇന്നലെ മഴ പെയ്ത സ്ഥിതിക്ക് എന്തായാലും നല്ല മാങ്ങ ഉണ്ടാവും ഷുവറായിട്ടും. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ട്. ഇതൊക്കെ ഇന്നലത്തെ മഴയത്ത് വീണോ ഷുവർ, എനിക്ക് ഉറപ്പാണ്. ഇനി അല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തിന്നും. പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് മാങ്ങ നമ്മൾ പിറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലം പപ്പ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു തോട്ടപ്പുഴ ഉണ്ടായിരുന്നു എത്തി കേട്ടോ, ഒരു പുഴു കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ താഴത്തെ കേട്ടോ, താഴത്തെ റൂമാണ് നമ്മളെടുത്തത്. താഴത്തെ കോട്ടേജാണ് എടുത്തത്. മേളിൽ വേറെ ആളുണ്ട്. മേളിൽ എ സിയാണ്, താഴെ നോൺ എ സിയാണ്. എ സിയുടെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത് വയനാട് മേളിൽ എ സി ഇടുന്നുണ്ട്, അതിൻ്റെ ചെറിയ തണുപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നമുക്കൊരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ ഇന്നലെ ഷട്ടിൽ ബാറ്റ് ബാഡ്മിൻ്റൺ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പൂൾ ഏരിയ, അത്യാവശ്യം നല്ല പൂൾ ഏരിയ, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇപ്പോൾ എത്ര പേര് വന്നാലും ഐ മീൻ ഒരു 10-15 പേർക്കൊക്കെ ഇവിടെ സുഖമായിട്ട് ഒരു അറ്റ് എ ടൈം തുള്ളിക്കളിച്ച് നടക്കാം. മൊത്തം കർണാടക, തമിഴ്നാട് എന്ന് വരുന്ന ഗസ്റ്റാണ് കൂടുതലുള്ളത്. മലയാളികൾ വരവ് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇന്നലെ പട്ടിണി കിടന്ന ഒരുത്തം വരുന്നുണ്ട് കേട്ടോ, ബഫറ്റ് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കാണില്ല, കയറുക ദേഷ്യമോ വിശപ്പിൻ്റെയാ. ഫസ്റ്റ് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ജ്യൂസ് 5 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കിടപ്പുണ്ട്, ബ്രെഡ്, ജാം. അപ്പം ഇവിടെ ഒരു ഹീറ്റർ ഇരിപ്പുണ്ട്. ഇനി ബ്രെഡ് ഹീറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇഡലി, ചമ്മന്തി, ചട്നി, വടൈ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സാമ്പാറൊക്കെ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ബുട്ടാര എന്നാട്ടോ പറയുന്നത് അതിനെ. പിന്നെ ചാന മസാല എന്താണെന്ന് എനിക്ക് അറിയാമെന്നില്ല സത്യം പറയാമല്ലോ. ചാന മസാല എന്നൊരു കറി. പിന്നെ അപ്പം ഉണ്ട്, സ്റ്റീംഡ് ബനാന, അത് ബനാന പഴം പുഴുങ്ങിയത്. പിന്നെ കേസരി എന്താ, ഫുഡ് കഴിച്ചെങ്കിൽ ഒരു സ്വീറ്റ്സിന് വേണ്ടി കേസരി ഉണ്ട്. പിന്നെ പാൻ കേക്ക് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ചിക്കൻ സ്റ്റൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെനു. ഇനി കഴിച്ചിട്ട് ഞാൻ എൻ്റെ റിവ്യൂസ് പറയാം. സെറ്റപ്പ് നോക്കൂ ഗൈസ്.
ഏതാ മൂട്? ഒന്നുകൂടെ എന്താ നമ്മളെന്താ കഴിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. മലയാളം ഉണ്ട്, മലയാളം, ചൈനീസ് ഉണ്ടോ? ചൈനീസ് പിടിച്ചില്ല. ചൈനീസ് അറിയാൻ കടിച്ചാ പൊട്ടുകയില്ല. ഓ ഭയങ്കര പരിഷ്കാരിയായിട്ടുണ്ട് ഗൈസ്. വീട്ടിൽ എന്താണ് പപ്പ തരുന്നത്? 1/2 കിലോ പൈനാപ്പിളും പപ്പായയും, 1/2 കിലോ വാട്ടർമെലനും, 5 ബ്രെഡും. അതാണ് ഇവന്റെ സ്റ്റാർട്ടർ. ഇന്നലെ പട്ടണയുടെ എന്തിനാ ഇതിന് വേണ്ടി? ഇന്നലെ നമ്മൾ ലഞ്ച് കഴിച്ചപ്പോൾ 2 പൊറോട്ടയും നിർത്തി ഇവൻ. ഇതിനെന്തറിയാമോ? കോംപ്ലിമെന്ററി കിട്ടുന്ന ഫുഡ് അടിച്ച് തരും. അപ്പോൾ നമ്മൾ ആദ്യം അപ്പവും സ്റ്റൂയും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഇവിടെ അപ്പവും സ്റ്റൂവും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. മെണ്ടി എങ്ങനെയുണ്ട്? സൂപ്പർ, ഇഷ്ടപ്പെട്ടോ? റിവ്യൂ പറയാൻ. മെയിൻ കോഴ്സിലോട്ട് വന്നപ്പോഴേക്കും സ്റ്റൂ കൊള്ളാം. സ്റ്റൂ അപ്പം ബെസ്റ്റ് കോംബോ ആണല്ലോ, അറിയാലോ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ഫുഡാണ്. എത്രാമത്തെ പോയത്? ഇത് ഒന്നാമത്തെ. ഇതിനു മുമ്പ് എന്തൊക്കെ കഴിച്ചു? ബ്രെഡും കുറച്ച് കട്ട് ഫ്രൂട്ട്സും മാത്രമേ കഴിച്ചു. 1/2 കിലോ തീർത്ത് കഴിച്ചു. അതായത് ഇത് കട്ട് ഫ്രൂട്ട്സ് ആണെന്ന് ഓർക്കും നിങ്ങൾ. അത് കട്ട് ഫ്രൂട്ട്സ് അല്ല, അത് കേസരിയാണ്. അവൻ എടുക്കുന്ന കണ്ടോണം. പപ്പായ ആയിരുന്നു കേട്ടോ, നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ അതിലേക്ക് തേൻ അഴിച്ചതിൽ കുറവൊന്നുമില്ല. ഇത് സുഖമല്ല, ചുമ്മാ ഇങ്ങനെ ഒന്നും ഇങ്ങനെ തിന്നാൻ പറ്റിയിരുന്നെങ്കിൽ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര കാര്യമുള്ളൂ. നല്ല ഫുഡ് കഴിക്കണം, കുറച്ച് ചുമ്മാ ഇരിക്കണം, കുറച്ച് കാശുണ്ടാക്കണം. ഇതെന്താ ഇതിൻ്റെ ഉദ്ദേശം? കോൺഫ്ലെക്സ് അല്ലേ? കിലോ കണക്ക് പറയുവാണെങ്കിൽ എത്ര തിന്നു കാണും? ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആയിട്ടില്ല. ചെറുക്കൻ കുറച്ച് സ്ലോ ആയി. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വട്ടൂരായും പിന്നെ കുറച്ച് ചിക്കൻ സ്റ്റൂവും കൂടെ. എനിക്കാണെങ്കിൽ സത്യം പറയാമല്ലോ വെജ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇഡ്ഡലി സാമ്പാർ എനിക്ക് അങ്ങനെ വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒരു ചോല ഭട്ടൂരായും ഒരു ചിക്കൻ സ്റ്റൂവും കൂടെ. ഏതാ ഇപ്പോൾ റൗണ്ട് 9? ഒന്ന് കാണിയതാന്ന്. റൗണ്ട് 9 ആയി കേട്ടോ. റൗണ്ട് 10 പാൻകേക്കും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യണമെന്നാണ് ഇത് ടേസ്റ്റ് ചെയ്തത്. അത്ര അടിപൊളിയാണോ? കുഴപ്പമില്ല, നൈസാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ അപ്പവും കഴിഞ്ഞു. ഇനി ഇഡ്ഡലിയും സാമ്പാറും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേ അപ്പുറത്ത് 1 കിലോ ചിക്കനും ഒരപ്പവുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. എട്ടാമത്തെ റൗണ്ടില് പാൻകേക്കും ഹണിയും. എങ്ങനെയുണ്ട്? ടോപ്പ് നോച്ചാണോ? എത്തുന്നുള്ളൂ, മതിയായ സാധനം. ഇത് ഞാൻ ആദ്യം ഓർത്ത് ചീരയാന്ന് ഓർത്തത്. പക്ഷേ ഇത് നമ്മളെ ചീരയൊന്നുമല്ല കേട്ടോ. ഇത് വേറെ തന്നെ, ഇന്നെന്താ പേരും പറയും, മറന്നും പോയി. അപ്പോൾ ഇത് ഡെക്കറേഷന് വയ്ക്കുന്ന പ്ലാന്റാ. അത്യാവശ്യം നല്ല പ്ലാന്റാണ്. വേണേൽ തരാൻ, വീട്ടിൽ കൊണ്ടുപോയിക്കോളാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമ്മേ പോയി. ഈ കുളത്തിൽ കുറച്ച് ലില്ലി ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെന്താ നെറ്റി പൊട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം. ഞാൻ ഈ കുളം കണ്ടുകൊണ്ടെന്ന് നോക്കിയതാണ്, എന്തെങ്കിലും ഫിഷ് ഉണ്ടോ, എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നു. രസമുണ്ട്. നെറ്റിപ്പൊട്ടൻ മാത്രമേ ഉള്ളൂ, വേറെ വലിയ ഫിഷൊന്നുമില്ല. നെറ്റിപ്പൊട്ടനെ കാണിക്കാനാണെങ്കിൽ ഇത് കിടപ്പുണ്ട്. ഇത് അങ്ങനെയാണ് നെറ്റിപ്പൊട്ടൻ. രാജു താക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പൂ പറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയാ? അജിത്താക്കോ? അജിത്താരാ? കെട്ടികളെന്ന് പറയല്ലടാ, മറ്റേ കുജ പറയുന്ന പോലെ വൈഫി അല്ല എടേ, മറ്റേല്ലേ, മറ്റേ 2 പ്രണയ ജോഡികളുണ്ടല്ലോ ഹിസ്റ്ററിയിൽ, ലൈല മജ്നു പോലെ.
എന്റെ ലൈല അങ്ങനെ പറ. ആ ഇവന് ഏതാ ഇവനിക്ക് ഇനി ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ അംജു. നീ ലൈല എന്ന് പറയണം, കൂജ പറയുന്നല്ല. അല്ലെ കൂജാക്ക് മറ്റേതുണ്ട്, മിസിരിയിലെ രാജൻ അസീസിന്റെ സൗജത്ത്. കൂജ ഷെർമിനെ വിളിക്കുന്നതാണ് സൗജത്ത്. ആ കൂജാനെ വിളിക്കുന്നതാണ് അസീസ്. അസീസും സൗജത്തും. നീ എന്താ വിളിക്കുന്ന അജു തന്നെ? ഓ നാണം വന്നു.